ഗസയിൽ സേവനമനുഷ്ഠിക്കുന്ന മലയാളിയായ ഡോക്ടർ സന്തോഷ് കുമാർ, ഡോക്ടേഴ്സ് ബിയോണ്ട് ബോർഡേഴ്സ് എന്ന സംഘടനയുടെ നേതാവാണ് അദ്ദേഹം. ലോകത്തെവിടെ പ്രകൃതി ദുരന്തങ്ങളോ യുദ്ധങ്ങളോ പലായനങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം എത്തുകയും സ്വന്തം ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു സംഘം പ്രതിജ്ഞാബദ്ധരായ ഡോക്ടർമാരാണ് ഡോക്ടേഴ്സ് ബിയോണ്ട് ബോർഡേഴ്സ്. അതിൻ്റെ പ്രവർത്തകനാണ് അദ്ദേഹം ഇപ്പോൾ ഗസയിലാണ്. ഗസയിൽ നിന്ന് അദ്ദേഹം ഓൺലൈനിൽ നമ്മോട് സംസാരിക്കുകയാണ്. എല്ലാവരും സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക. അവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും ആദ്യമായി എൻ്റെ നമസ്കാരം. ഞാൻ ഈ കഴിഞ്ഞ 3 പ്രാവശ്യമായിട്ട്, കഴിഞ്ഞ 2023 നവംബറിലാണ് ആദ്യത്തെ പ്രാവശ്യമായിട്ട് ഗസയിലെത്തുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും മാർച്ചിൽ പോയിരുന്നു. മാർച്ചിൽ വീണ്ടും ഒരു 3 മാസം പോയിരുന്നു. ഇപ്പോ ഈ ജൂലൈ മുതൽ 3 മാസം ഇവിടെയാണ്. ഗസയിലെ സ്ഥിതി വിശേഷങ്ങൾ, ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് ഒരു നേർചിത്രം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ, ഇവിടുത്തെ കുറച്ച് ചിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള ആ ചിത്രങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും അതൊരു നാട്ടിലെ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും നടത്തുന്ന ഈ ഗസ പലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഈ ഒരു പരിപാടി അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. കാരണം സ്ഥിതി വളരെ വളരെ ഗുരുതരമാണ്. അത് ഞാൻ ഈ പ്രസന്റേഷൻ കഴിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ധരിക്കുന്നു. ഞാൻ ഈ പ്രസന്റേഷനിലേക്ക് കടക്കുകയാണ്. ഇത് ഞാൻ 23 ഗസയിൽ പോകുമ്പോൾ റഫ ബോർഡറിൽ അവിടെ നിന്ന് എടുത്ത പടമാണ്. റഫ ബോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈജിപ്തും ഗസയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബോർഡറിനെയാണ് റഫ ബോർഡർ എന്ന് പറയുന്നത്. ഈ ബോർഡറിലൂടെയായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവിടുന്ന് ഏകദേശം ഒരു 20ഓളം ചെക്ക് പോയിന്റുകൾ കടന്നിട്ടാണ് കൈറോയിൽ നിന്നാണ് നമ്മളിവിടെ എത്തിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോ ഈ ബോർഡറിലൂടെ ആൾക്കാരെ കടത്തി വിടുന്നില്ല. കാരണം ഈ റഫ എന്ന് പറയുന്ന സ്ഥലം മൊത്തമായി തന്നെ അവർ ഇടിച്ചു നിരത്തി കഴിഞ്ഞു. നമ്മൾ മുമ്പ് താമസിച്ചിരുന്ന സ്ഥലവും, നമ്മൾ മുമ്പ് താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൗസും, നമ്മൾ മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആശുപത്രിയും, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സർക്കാർ ആശുപത്രിയും ഫീൽഡ് ഹോസ്പിറ്റൽസും ക്ലിനിക്കുകളും എല്ലാം നിലംപരിശാക്കി ആ ഒരു ഭാഗം മുഴുവൻ തരിശായി കിടക്കുകയാണെന്നുള്ളതാണ്. ആ മാപ്പ് കാണുമ്പോൾ ഇതാണ് ഗസയിലേക്ക് അന്ന് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലം ഇതാണ്. ഗസയിലെ ഗസ ബോർഡർ കഴിയുമ്പോഴേക്കും ഇതാണ് ഒരു സ്ഥലം. ഗസ സ്ട്രിപ്പ് ഏകദേശം ഇതാണ് പറയുന്നത്. ഒരു വളരെ ചെറിയ ഈജിപ്തിന്റെയും ജോർഡാന്റെയും ഇസ്രയേലും മൊത്തമായിട്ട് 3 ഭാഗവും കവർ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഒരു സൈഡ് ഈജിപ്ത്, 2 സൈഡ് ഇസ്രയേല്, മറുഭാഗത്ത് മെഡിറ്ററേനിയൻ കടലാണ്. പക്ഷെ അത് ഇപ്പോഴത്തെ ചരിത്രം നോക്കുമ്പോൾ അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നോക്കാൻ കഴിയും. ഖാൻ യൂനിസ്, റഫ, ഡേർ അൽബല എന്ന് പറഞ്ഞ 3 സ്ഥലങ്ങൾ കാണാം. ഇപ്പോ റഫ എന്ന് പറഞ്ഞ പച്ച ഭാഗം മുഴുവൻ തന്നെയും ഇസ്രയേൽ പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഖാൻ യൂനിസിന്റെ ഒരു പകുതി ഭാഗം, പടിഞ്ഞാറ് ഭാഗം മുഴുവനും ഇതുപോലെ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഡേർ അൽബലയുടെയും അതുപോലെ തന്നെയാണ്. മറ്റു ഭാഗത്ത് മുഴുവൻ നേരത്തെ ഇങ്ങേയറ്റത്ത് ഈ അങ്ങേ വടക്ക് ഭാഗത്ത്, നോർത്ത് എന്ന് പറയുന്ന ഭാഗത്ത് ഉള്ള ഗസ സിറ്റിയാണ് വാസ്തവത്തിൽ അവര് ഇപ്പോ ബോംബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗസയിൽ നിന്നുള്ള ആൾക്കാർ ഇപ്പോ ഡേർ അൽബലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു പലായനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ മാപ്പ് ഏകദേശം ഇതുപോലെ ഇരിക്കും. നിങ്ങൾ ആ ചുവന്ന കളറിൽ കാണുന്ന മുഴുവൻ സ്ഥലവും ഇസ്രയേൽ പിടിച്ചടക്കി. ആ പച്ചയും നീലയും മാത്രമുള്ള ഭാഗം മാത്രമാണ് വാസ്തവത്തിൽ ഇപ്പോ ഗസ എന്ന് പറയുന്ന ഗസ എന്ന് പറയുന്ന സ്ഥലത്ത് താമസയോഗ്യമായിട്ടുള്ള സ്ഥലം. ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഇപ്പോ അത് ഇടിച്ചു നിരത്തി ഒന്നുമില്ലാതായിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോ. അതായത് 2 മില്യൺ ആൾക്കാർ ഏകദേശം, നേരത്തെ ആണെങ്കിൽ ഒരു 100 കിലോമീറ്റർ നീളവും ഒരു 20 കിലോമീറ്റർ വീതിയുമുള്ള സ്ഥലമായിരുന്ന ഗസ ഇന്നിപ്പോ ഒരു 20 കിലോമീറ്റർ
നീളവും ഒരു 5-10 കിലോമീറ്റർ വീതിയുമുള്ള ഒരു സ്ഥലത്തേക്ക് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെയാണ് 2 മില്യൺ ആൾക്കാർക്ക് താമസിക്കേണ്ടി വരുന്നത്. 2 മില്യൺ നമുക്ക് 20 ലക്ഷം പേരാണ് ഈ സ്ഥലത്ത് താമസിക്കുന്നത്. ഇവിടെ വെള്ളമില്ല, വെളിച്ചമില്ല, വിദ്യുച്ഛക്തിയില്ല, ഗ്യാസ് കണക്ഷൻ ഇല്ല, ഭക്ഷണം എത്തുന്നില്ല, മരുന്ന് എത്തുന്നില്ല. ആശുപത്രികൾ മുഴുവൻ ഉണ്ടായിരുന്ന ഏകദേശം 30ഓളം ആശുപത്രികളാണ് ഇടിച്ചു നിരത്തപ്പെട്ടിരിക്കുന്നത്. ഇപ്പോ ഞാൻ ജോലി ചെയ്യുന്ന നാസർ ആശുപത്രിയും അൽ അക്സ ആശുപത്രിയും മാത്രമാണ് സർക്കാർ ആശുപത്രിയായിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാം ഫീൽഡ് ഹോസ്പിറ്റൽസ് ആണ്. അതിൽ നാസർ ആശുപത്രി ഞാൻ ഉള്ളപ്പോൾ തന്നെ 2 പ്രാവശ്യം ബോംബ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതും ഭാഗികമായി തകർന്നിരിക്കുകയാണ്. അന്ന് നോക്കുമ്പോൾ ഈ ബോർഡർ, നമുക്ക് ബാക്കിയുള്ള ബോർഡറൊക്കെ നോക്കുമ്പോൾ ഈ ബോർഡറൊക്കെ കണ്ടാൽ നമുക്ക് ബാക്കിയുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ബോർഡർ ആണെങ്കിൽ വളരെ ആരും താമസിക്കാത്ത സ്ഥലമാണ്. ഇവിടെ അങ്ങനെയല്ല. ഗാസ കഴിഞ്ഞ് ഈ പറഞ്ഞ റഫ ബോർഡർ അന്ന് കടക്കുമ്പോൾ തന്നെ, ഈ ഒരു ബോർഡർ കടക്കുമ്പോൾ തന്നെ ഈ ടെന്റുകളുടെ നീണ്ട നിര ഇങ്ങനെ കാണാൻ പറ്റും. നീണ്ട നിരയാണ്. എന്ന് മാത്രമല്ല, വളരെ ഒരു വലിയ ദുർഗന്ധം ഈ പറയുന്ന ഈ ഭാഗത്ത് ഈ റഫ മുഴുവനായിട്ട് അന്ന് പടർന്ന് പിടിച്ചിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാല് ഏറ്റവും പ്രധാന പ്രശ്നം അന്ന് വെള്ളമില്ലായിരുന്നു. ഒരു തുള്ളി വെള്ളമില്ലാത്ത സ്ഥലം. അപ്പോ ഈ പറയുന്ന നഗരവാസികൾക്ക് ആർക്കും വെള്ളമില്ലാത്തത് കൊണ്ട് കിട്ടിയ വെള്ളം അവർ കുടിക്കാൻ തുടങ്ങും. കിട്ടിയ വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അതുപോലെ തന്നെ ടോയ്ലറ്റുകളില്ല. ഏകദേശം ഒരു ടോയ്ലറ്റൊക്കെ ഈ പറയുന്ന ടെന്റുകൾക്കുള്ള ആൾക്കാർക്ക് ടെന്റുകൾ ഉണ്ടാക്കാനുള്ള സാധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ടോയ്ലറ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല. ടോയ്ലറ്റൊക്കെ ഉണ്ടാക്കുന്നത് UN ഏജൻസിയാണ്. അവര് ഉണ്ടാക്കുന്ന ഒരു ടോയ്ലറ്റൊക്കെ 2000 മുതൽ 3000 പേര് വരെയാണ് ഒരു ദിവസം പോകുന്നത്. അതിന് പുറത്ത് വെള്ളവുമില്ല എന്നുള്ളത് കൂടെ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അപ്പോ ഈ 30% ആൾക്കാർക്ക് അന്ന് ഡയറിയ, വയറ്റിളക്ക രോഗം പിടിപെട്ടിരിക്കുകയാണ്. അപ്പോ ഈ വയറ്റിളക്ക രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഈ പറഞ്ഞ ശ്വാസകോശ രോഗമോ ഇല്ലെങ്കിൽ കോവിഡൊക്കെ വരുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടാതെയൊക്കെ മരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയും. പക്ഷേ ഇതങ്ങനെയല്ല. നമുക്ക് ഒരു വയറ്റിളക്ക രോഗം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടോയ്ലറ്റിൽ പോയാലേ പറ്റൂ. അപ്പോൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഏകദേശം 200 പേരാണ് ടോയ്ലറ്റിൽ ക്യൂ നിൽക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം ആകെ തകർന്നു പോകും. ആൾക്കാരാകെ തകർന്നു പോയിട്ട് വെള്ളം ഇല്ലാതെയും ഈ പറഞ്ഞ ടോയ്ലറ്റിന് മുമ്പിൽ പോകുമ്പോൾ 200 പേര് കാത്തു നിൽക്കുമ്പോൾ വേറൊന്നും ചെയ്യാനില്ല. അവരവിടെ നിന്ന സ്ഥലത്ത്, അവർ നിൽക്കുന്ന സ്ഥലത്ത് ഇരിക്കാൻ തുടങ്ങും. ഞങ്ങളന്ന് പോകുമ്പോൾ ഇതാണ് ഈ ടെന്റുകളുടെ സ്ഥിതി. ഇതാണ് ഈ ടെന്റുകളിലൊക്കെ ഈ പറയുന്ന ആൾക്കാർ, വലിയ ടെന്റിന്റെ ഒരു 10,000 ടെന്റ് ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ആശുപത്രികൾക്ക് കാത്തേക്ക് നമ്മൾ പോകുമ്പോൾ അതിന്റെ ഓരോ വീടിന് മുൻവശത്തും ആൾക്കാർ ഇങ്ങനെ ഈ പറയുന്ന പോലെ ഈ തലയുടെ മുകളിലൂടെ തുണി എടുത്തിട്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ കാണുമ്പോൾ സ്ത്രീകളൊക്കെ ഏങ്ങി കരയുന്നുണ്ടാവും. കാരണം ഒരു ഡിഗ്നിറ്റി ഇല്ലാതെ നമ്മൾ ഒരു മനുഷ്യരെ കുറിച്ച്, നമ്മൾ മരണത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ പരിക്കേൽക്കുന്നതൊക്കെ നമുക്ക് കാണാനും പരിചിതമാണ്. പക്ഷെ ഒരു സമൂഹം മൊത്തമായി ഡിഗ്നിറ്റി ഇല്ലാതെ മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആൾക്കാര് ഈ പറഞ്ഞ ടൈഫോയിഡും ഡിസെൻട്രിയും അത് മറ്റ് വയറ്റിളക്ക രോഗവും പിടിക്കുമ്പോൾ അത് ഒരു പ്രാവശ്യം മാത്രം പോയാൽ പോരാ, 2-3 പ്രാവശ്യം പോയിട്ട് അവർ തളർന്ന് വീണ് വെള്ളം കുടിക്കാനാവാതെ കൂട്ടത്തോടെ മരിച്ച് വീഴുന്ന ഒരു രംഗമായിരുന്നു അന്നത്തെ ഒരു അവസ്ഥ. ഇതാണ് ടോയ്ലറ്റുകൾ മുഴുവൻ പൊട്ടി ഒലിച്ച് വഴിയിലൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ടാവും. വാസ്തവത്തിൽ എല്ലാവരും നടക്കുന്നത് ഈ പറയുന്ന ഈ മരത്തിന്റെ പുറത്തുകൂടെ നടക്കുന്ന അവസ്ഥയാണ്. ഈ റഫയും ഗസയും മുഴുവൻ തന്നെയും ഈ ഒരു അവസ്ഥയിലാണ് അന്ന് ഉണ്ടായിരുന്നത്. ഞങ്ങൾ അന്ന് നമ്മൾ കൂടുതൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ് ഇതൊക്കെ. ഈ ആൾക്കാരുടെ ഏകദേശം 3-4 പേര് ഇപ്പൊ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പലരും മരിച്ചത് രാത്രി ഒരു ടെന്റിൽ ഉറങ്ങുമ്പോൾ ബോംബ് വന്ന് വീണിട്ട്, മിസൈൽ വന്ന് വീണിട്ട് ബാക്കി ഒരു പൊടി പോലും ഇല്ലാതെയാണ്, അത് കാണാൻ പോലും ബാക്കിയില്ലാതെയാണ്, ഒരു മൃതദേഹം പോലും ബാക്കിയില്ലാതെ മരിക്കുന്ന ആൾക്കാരാണ് അന്ന്. അതും ഇപ്പോഴത്തെ സ്ഥിതിയും വലിയ വ്യത്യാസമൊന്നുമില്ല. ആരോഗ്യ പ്രവർത്തകർ ഒത്തിരി പേര് ഇതുപോലെ, ഞങ്ങളെ കൂടെ ജോലി ചെയ്യുന്ന ഒത്തിരി പേര് ഇതുപോലെ മരിച്ചു. കഴിഞ്ഞ ദിവസം ഞാനിപ്പോ പോയ ദിവസം ഒരു 2 നഴ്സുമാരും അവരുടെ ഭർത്താക്കന്മാരും ഉറങ്ങിയിരുന്ന ടെന്റിന്റെ പുറത്ത്
ഒരു മിസൈൽ വന്ന് വീണ് ഇതുപോലെ തന്നെ അവര് 4 പേരും അവരുടെ കുട്ടികളും ഒക്കെ ആയിട്ട് ഒരു 20ഓളം പേര് തൽക്ഷണം അവരെ കുറിച്ച് ബാക്കിയൊന്നും കാണുന്നുമില്ല, കഥയൊന്നും അറിയാതെ ബാക്കിയൊന്നും അവശേഷിക്കാതെ ടെന്റിൽ ഒന്നും അവശേഷിച്ചത് വലിയൊരു ഗർത്തമായിട്ട് ആ ഒരു സ്ഥലം മാറുന്ന ഒരു രംഗമാണ് കാണുന്നത്. ഇത് ഇന്ന് കഴിഞ്ഞ ദിവസം ഈ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ അവിടുത്തെ കാഷ്വാലിറ്റിയുടെ രംഗമാണ്. കാഷ്വാലിറ്റിയുടെ രംഗം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു റെഡ് ഏരിയ ആണ്, അതായത് ഗുരുതരമായ രോഗികളെ മാത്രം ചികിത്സിക്കുന്ന സ്ഥലം. അവിടെ ഈ പറയുന്ന ബെഡുകളൊന്നുമില്ലാതെ എല്ലാം തറയിലാണ് ചികിത്സിക്കുന്നത്. മരിച്ചു വീഴുന്നവര് ഒരു ദിവസം ഒരു മണിക്കൂറിനകത്ത് ഒരു മണിക്കൂറിന് 9 മണി തൊട്ട് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനകം 50 മുതൽ 100 പേഷ്യന്റ് വരെയാണ് ഗുരുതരമായ പരിക്ക് എന്ന് വെച്ചാൽ തലക്കേറ്റ വെടിവെപ്പ്, നെഞ്ചിലേക്കുന്ന വെടിവെപ്പ്, അതുപോലെ വയറ്റിലേൽക്കുന്നതും പെൽവിസിലേൽക്കുന്നതുമായിട്ടുള്ള ഈ പറയുന്ന വെടിയുണ്ടകളും ഒക്കെയാണ്. ഇപ്പോ ഈ തലക്കേക്കുന്ന പരിക്കൊക്കെ ആണെങ്കിൽ മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ അവരെ വെന്റിലേറ്റ് ചെയ്തിട്ട് ഇൻക്യുബേറ്റ് ചെയ്ത് വെന്റിലേഷൻ വിടാൻ പറ്റും. ഇപ്പൊ എല്ലാ വെന്റിലേറ്റർ ഒന്നുമില്ല, വെന്റിലേറ്റർ ട്യൂബിങ്സ് പോലും ഇല്ല. അപ്പോ ഹെഡ് ഇഞ്ചുറി ഉണ്ടാവുന്ന, തലയ്ക്ക് പരിക്ക് കേൾക്കുന്ന ആൾക്കാരെ മുഴുവൻ മരിക്കാൻ വിടുക എന്നതിനപ്പുറത്തേക്ക് വാസ്തവത്തിൽ ഒന്നും അവിടെ ചെയ്യാനില്ലാത്തൊരവസ്ഥയാണ് നമുക്കിപ്പോ പറ്റുന്നത്. ആകെ കൂടെ ഈ സർജറി ചെയ്യാൻ, അബ്ഡോമിനൽ സർജറി, ഈ പറഞ്ഞ വയറ്റിലേൽക്കുന്ന വെടിയുണ്ടകളോ അല്ലെങ്കിൽ മിസൈലുകളോ ഒക്കെ ഏറ്റി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള സർജറിക്ക് വലിയ വെയിറ്റിംഗ് ലിസ്റ്റാണ്. ആ വെയിറ്റിംഗ് ലിസ്റ്റിനകത്ത് ഒരു 5 ടേബിളിനകത്ത് സർജറി നടക്കും. ബാക്കി 2-3 സ്ഥലത്ത് അനസ്തീഷ്യ ഇല്ലാതെ തന്നെ സർജറി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ, അനസ്തീഷ്യ മരുന്നുകളൊക്കെയും തീർന്നു പോകുന്ന അവസ്ഥ, ആന്റിബയോട്ടിക്കുകളൊക്കെയും തീർന്നു പോകുന്ന അവസ്ഥ, IV ഫ്ലൂയിഡും വെച്ച് കെട്ടുന്ന ഈ പറയുന്ന മരുന്ന്, ഈ പറയുന്ന പാഡും ഈ പറയുന്ന ഡ്രസ്സിങ്ങും വരെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയാണ് അവിടെ സ്ഥിരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവിടുത്തെ ഒരു ക്യാമ്പിന്റെ ഇപ്പോഴത്തെ. മുമ്പൊക്കെ ആണെങ്കിൽ ആ ക്യാമ്പിന്റെ നിങ്ങൾ നേരത്തെ കണ്ട പടം നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ടത് ഇതിപ്പോ ഒരു സൂചി കുത്താൻ സ്ഥലമില്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിന് പുറത്താണ് ഈ ഭക്ഷണം കിട്ടാതിരിക്കുന്നത്. ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കിട്ടാത്ത ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ദിവസം 20ഓളം ട്രക്കുകൾ മാത്രമാണ് ഈ 20 ലക്ഷം പേർക്ക് വേണ്ടി മാത്രം എത്തുന്നത്. ഇതിനകത്ത് ഭക്ഷണം മാത്രമല്ല, ഈ പറയുന്ന മരുന്നുകള്, അത്യാവശ്യ സാധനങ്ങൾ എല്ലാം കൂടിയിട്ടാണ് 20 ട്രക്ക് മാത്രമായി എത്തുന്നത്. അതൊന്നും ഒരിടത്തും എത്തുകയില്ല. അപ്പോൾ ഈ WHO-യും UN ഏജൻസികളൊക്കെ ഇത് ഭക്ഷണം വിതരണം ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് പിന്മാറി. കാരണം 20 പേർക്ക് വേണ്ടി 20 ട്രക്കിൽ വരുന്ന സാധനം ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിഭയങ്കരമായ കലാപമാണ് ഉണ്ടാകുന്നത്. ആൾക്കാർ ഭക്ഷണത്തിന് വേണ്ടി കടിപിടി കൂടുകയും അത് പിടിച്ചു പറിക്കുകയും അത് കിട്ടിയവരിൽ നിന്നും മറ്റേ അടുത്ത നിൽക്കുന്ന ആൾക്കാർ ആയുധം കാണിച്ച് അത് പിടിച്ചു പറിക്കുകയും വേണമെങ്കിൽ അവർ കുത്തി മരത്തുകയും, അങ്ങനെ ഒരു സോഷ്യൽ അൺട്രസ്റ്റ്, സമൂഹത്തിൽ ഉണ്ടാവുന്ന കലാപങ്ങൾ, ഈ ഭക്ഷണത്തിന് വേണ്ടിയുള്ള കലാപങ്ങൾ അങ്ങനെ തീ പിടിക്കുന്നത് പോലെ അങ്ങ് പിടിക്കും. അപ്പോ പകരമായിട്ട് അവർ ചെയ്തതാണ് ഗാസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് അമേരിക്കയും ഇസ്രയേലുമായി ചേർന്നിട്ട് ഒരു സ്ഥലത്ത് ഈ 3 സ്ഥലത്തായിട്ട് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ഉണ്ടാക്കി. ആ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലാണെങ്കിൽ അതിന്റെ മുകളിൽ ഈ പറയുന്ന ഇസ്രയേലിലെ മിലിറ്ററി അത് സംരക്ഷിക്കാനായിട്ട് തോക്കുധാരികളെ വെച്ചുകൊണ്ടാണ് അത് നടത്തിക്കൊണ്ടിരുന്നത്. അവിടേക്ക് ഈ പറയുന്ന 10,000-ങ്ങളാണ് ഒഴുകിയെത്തുന്നത്. രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ രാത്രി 2 മണിക്ക് പോലും ആൾക്കാർ അവിടെ കാത്തു കെട്ടി നിൽക്കുന്ന അവസ്ഥ. കാത്തു കെട്ടി നിൽക്കുന്ന അവർക്കിടയിൽ ഡ്രോണുകൾ പറന്ന് അവർക്ക് മുകളിൽ ഈ പറയുന്ന ബോംബ് വർഷിക്കും. കാരണം അവർ ഈ 2 മണിക്ക് എത്താനായിട്ട് ആരും താല്പര്യപ്പെടുന്നില്ല. പക്ഷെ നേരത്തെ പോയാൽ മാത്രമേ ഭക്ഷണം എന്തെങ്കിലും നേരത്തെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന ഈ പരിക്കേൽക്കുന്ന ആൾക്കാരും ഒക്കെ അതിന് മുകളിൽ കൂടെ വെടിവയ്പ് തുടങ്ങി കഴിഞ്ഞാൽ തല പൊന്തിച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് വെടി കിട്ടുന്ന അവസ്ഥയാണ് അവിടെ നിൽക്കുന്ന ഈ പറയുന്ന ഒരു 10,000-20,000 പേര് ഇവിടെ കാണും. അവർക്കൊക്കെയും ഈ തല പൊന്തിച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് വെടിയേക്കുന്നതാണ്. അങ്ങനെ അതിൽ നിന്നൊക്കെ ഈ വെടിയേൽക്കുന്ന ആൾക്കാര് അവിടെ രക്ഷിക്കാനോ ഒന്നും കഴിയില്ല. കാരണം വീണ്ടും ആരെങ്കിലും രക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വെടിയേക്കും.
അങ്ങനെ രക്തത്തിൽ കുളിച്ച് 10 മണിയാവുമ്പോഴേക്കും അവര് ഈ ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലത്തിന് മുമ്പിൽ കൂടെ എത്തും. അവിടെ വലിയ ക്യൂ ആണ്. ആ ക്യൂവിനകത്ത് ഈ പറയുന്ന റേസർ വയറുകൾ വെച്ചിട്ടുള്ള ക്യൂകളാണ്. ആ ക്യൂവിലേക്ക് അവര് പോകുമ്പോൾ ഈ പറയുന്ന റേസർ വയറുകൾ വെച്ച് ഈ മീൻ വരയുന്ന പോലെയാണ് അവരുടെ ശരീരം മുഴുവൻ വരഞ്ഞു കീറി ആ ഫ്രണ്ടിലെത്തുന്നത്. ഫ്രണ്ടിലെത്തി ഈ ഭക്ഷണം മേടിച്ചു കഴിഞ്ഞ് പുറത്തെത്തി കഴിഞ്ഞാല് അടുത്ത വലിയ പ്രശ്നമായി. പുറത്ത് വലിയ മാഫിയ സംഘങ്ങൾ കാത്തു നിൽപ്പുണ്ട്. ഇവര് കിട്ടുന്ന ഭക്ഷണം അപഹരിക്കാനായിട്ട് വേറെ മാഫിയ സംഘങ്ങൾ ഉണ്ട്. അപ്പോൾ പുറത്ത് ഈ ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലത്തിന് പുറത്ത് ഇത് വലിയ കലാപമാണ്. ഈ പറയുന്ന ആയുധധാരികളായിട്ടുള്ള മാഫിയ സംഘങ്ങൾ ഭക്ഷണം വാങ്ങിച്ചു വരുന്ന ആൾക്കാരുമായിട്ടുള്ള വലിയ ഏറ്റുമുട്ടലും, അങ്ങനെ ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ കത്തിക്കുത്തും ഈ പറഞ്ഞ വടിവാള് കൊണ്ടുള്ള വെട്ടും തലക്കേൽക്കുന്ന പരിക്കും കല്ലുകൊണ്ടിരിക്കുന്ന പരിക്കും ഒക്കെ ആയിട്ട് നൂറുകണക്കിന് ആൾക്കാർ ഇങ്ങനെ കാഷ്വാലിറ്റിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ 1 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിലാണ് നാസർ ആശുപത്രിയില് നമ്മൾ ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്നത്. ഇതാണ് നാസർ ആശുപത്രി. നാസർ ആശുപത്രിയില് ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ 2 പ്രാവശ്യമാണ് അത് ബോംബ് ചെയ്തത്. ആദ്യത്തെ പ്രാവശ്യം ബോംബ് ചെയ്തത് ICUവിനകത്തേക്കാണ് ബോംബ് ചെയ്തത്. ICUവിനകത്തേക്ക് ബോംബ് ചെയ്തപ്പോൾ മിസൈലാണ് വന്ന് പതിക്കുന്നത്. അത് കൃത്യമായിട്ട് ഏതോ ഒരാള് ആ ICUവിൽ ഉണ്ടെന്ന് കരുതി പറഞ്ഞിട്ടാണ് ആ മിസൈൽ ICUവിലേക്ക് വിടുന്നത്. ICUവിലേക്ക് വിട്ട മിസൈൽ അവിടെ നിൽക്കുന്ന ഡോക്ടർമാരുടെയും ഇന്റൻസിവിസ്റ്റുകളുടെയും നഴ്സുമാരുടെയും ഒക്കെ പുറത്തു വീണ് അവിടെ ഏകദേശം അന്ന് ആശുപത്രിയിൽ ICUവിൽ കിടന്നിട്ടുള്ള ഏകദേശം 30ഓളം പേരാണ് തൽക്ഷണം മരണപ്പെട്ടത്. പിന്നെ ആ ICU തുറക്കാൻ കഴിഞ്ഞില്ല. അന്നുണ്ടായിരുന്ന ഈ പറയുന്ന വെന്റിലേറ്ററുകളും അതിനോടുള്ള എല്ലാ സാധനവും ഉപേക്ഷിക്കേണ്ടി വരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. പിന്നെ അടുത്തത് ഞാൻ ഒരു 3 ആഴ്ച മുമ്പാണ് അടുത്ത ഒരു ബോംബിങ്, ഒരു മിസൈൽ, അത് ഡബിൾ ടാപ്പിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം അതിന് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആ ഒരു തകർന്നടിഞ്ഞ ഭാഗം, അവിടെയാണ് അത് വന്ന് പതിക്കുന്നത്. അവിടെയാണ് വിദ്യാർത്ഥികളും നഴ്സിംഗ് വിദ്യാർത്ഥികളും മെഡിക്കൽ വിദ്യാർത്ഥികളും ഒക്കെ ഉണ്ടായിരുന്നത്. അവര് അവിടെ ഈ മിസൈൽ വന്ന് പതിച്ചപ്പോഴേക്കും തന്നെ ഏകദേശം 20ഓളം പേര് വിദ്യാർത്ഥികൾ മരണമടഞ്ഞു. അതിന്റെ കൂടെ റോയിട്ടേഴ്സിന്റെ ഒരു പത്രപ്രവർത്തകരും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് അടുത്ത ആൾക്കാര് സെക്യൂരിറ്റി ജീവനക്കാരും മറ്റുമൊക്കെ വലിഞ്ഞ് ഈ സ്റ്റെപ്പിൽ കൂടെ അതിനകത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ എല്ലാവരും കൂടെ പോയി അവിടെ എത്തുമ്പോഴേക്കും അടുത്ത മിസൈൽ അതേ സ്ഥലത്ത് വന്ന് വീണ് ഈ 50 പേര് തൽക്ഷണം മരണം. നിങ്ങൾക്ക് കാണാം അതിനകത്ത് ഈ പറയുന്ന മരണമടഞ്ഞ കുടുങ്ങി കിടക്കുന്ന രംഗമാണ് നിങ്ങൾ അവിടെ കാണുന്നത്. ഇപ്പൊ ഈ മുകളിൽ അതിനകത്ത് മരണമടഞ്ഞവരാണ് ഈ പറയുന്നത് മുഴുവൻ. അവിടെ രണ്ടാമത്തെ ബോംബിങ്ങിൽ 50 പേരാണ് മരിച്ചിട്ടുള്ളത്. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ മഹ്മൂദ്, അദ്ദേഹം ഡോക്ടർ നൗഫല് എന്റെ കൂടെ കാഷ്വാലിറ്റിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും താഴെയാണ് കാഷ്വാലിറ്റി എമർജൻസി വിഭാഗത്തിൽ. അദ്ദേഹം ഈ ആദ്യത്തെ ബോംബിങ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ കോൾ വന്നിട്ട് അദ്ദേഹത്തിന്റെ അമ്മയാണ് വിളിക്കുന്നത്. മകനെ നീ അവിടെ ബോംബ് ചെയ്തെന്ന് അറിഞ്ഞു വാർത്ത വരുന്നുണ്ട്, നീ എന്താണ് ചെയ്യുന്നത്, നീ സുരക്ഷിതമാണോ എന്ന് അറിയാൻ വേണ്ടി. അവന് ഈ കാഷ്വാലിറ്റിയിലെ ഈ ഒരു ബഹളം കാരണം കേൾക്കാൻ വയ്യാതെ അദ്ദേഹം നേരെ പുറത്തോട്ട് പോയി പുറത്തെത്തിയിട്ട് ഫോൺ ചെയ്തുകൊണ്ടൊക്കെയാണ് ഈ മിസൈൽ വീഴുന്നതും മുകളിൽ നിന്നുള്ള എല്ലാ കെട്ടിട ഭാഗങ്ങളും അദ്ദേഹത്തിന് പുറത്തോട് വീഴുന്നതും അദ്ദേഹം മരിക്കുകയും ചെയ്തു. നമ്മൾ 1 മിനിറ്റ് മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ വരാം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഞാൻ പിന്നെ കാണുന്ന അദ്ദേഹത്തിന്റെ മൃതദേഹമാണ്. ഒരു ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്ന കൂടെ നിന്ന ഒരു ഡോക്ടറുടെ ഡെത്ത് സർട്ടിഫൈ ചെയ്യേണ്ടി വരുന്ന ഒരു അതീവ ദുഃഖകരമായ വിഷയമായിട്ട് അത് പരിണമിച്ചു. പിന്നെ ഈ പറയുന്ന താഴെയുള്ള ഈ സർജറിയൊക്കെ തന്നെ എല്ലാം കോംപ്രമൈസ്ഡ് ആണ്. ഒരു ഗൗണോ ഡ്രസ്സിങ്ങോ ഒന്നുമില്ലാതെയുള്ള വളരെ പ്രാകൃതമായിട്ടുള്ള സർജറികളാണ്, പ്രവർത്തനങ്ങളാണ് വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്നത്. അത്രയ്ക്കും ഒരു സാധനങ്ങളില്ലാതെ ഇരിക്കുമ്പോൾ വേറൊന്നും ചെയ്യാനില്ല. ഉള്ളത് കൊണ്ട് ചെയ്ത് ഈ നാസർ ആശുപത്രിയിൽ ചുറ്റുമുള്ള ഭാഗമാണ് മുഴുവൻ ബോംബ് ചെയ്ത് തകർന്നടിഞ്ഞ ഒരു എന്താണ് എല്ലുകൾ കുത്തിവെച്ച ഒരു നഗരം പോലെയാണ് വാസ്തവത്തിൽ നാസർ ആശുപത്രി ചുറ്റുമുള്ള സ്ഥലം കാണുന്നത്. ഇത് ഖാൻ യൂണിസില് ഈ ആശുപത്രിയിൽ നിന്ന് പോകുന്ന പൈപ്പ് ലൈന്, ഈ ഡ്രെയിനേജ് പൈപ്പ് ലൈൻ തകർത്തതിന്റെ ഭാഗമായിട്ട് ഇത് നാസർ ആശുപത്രി കുറച്ച് താഴ്ന്ന ഭാഗമായതുകൊണ്ട് ഈ പൈപ്പ് ലൈനിൽ നിന്നുള്ള മുഴുവൻ മലവെള്ളമൊക്കെ ഈ ഡ്രെയിനേജ് വാട്ടർ എല്ലാം കൂടെ തിരിച്ച് ആശുപത്രിക്ക് അകത്ത് കയറുകയും
ആശുപത്രി അത് നിറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അവസാനം ഈ ആശുപത്രിയിലെ ഈ ടെന്റുകൾക്ക് ഏകദേശം 600 ബെഡുള്ള ആശുപത്രിക്കകത്ത് ഏകദേശം 3000 പേരാണുള്ളത്. ടെന്റുകൾക്കകത്ത് താമസിക്കുന്നവരെ എല്ലാം വീണ്ടും വേറെ സ്ഥലത്തേക്ക് അടിയന്തരമായിട്ട് മാറ്റേണ്ടി വന്നു. എന്നാൽ പോലും ആൾക്കാർ ഈ പറഞ്ഞ വെള്ളം കിട്ടാതിരിക്കുമ്പോൾ ഈ വെള്ളമൊക്കെ മിക്സ് ചെയ്ത വെള്ളമൊക്കെ കഴിച്ച് പിന്നെ കുടിച്ച് പിന്നെ വീണ്ടും അടുത്ത ആഴ്ചയാകുമ്പോഴേക്കും വലിയ തോതിലുള്ള വയറ്റിളക്കം പൊട്ടിപ്പുറപ്പെടുന്നു. അങ്ങനെ നമുക്ക് ഈ കൂനിന്മേൽ കുരു എന്ന് പറയുന്ന പോലെ അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. വാസ്തവത്തിൽ ഓരോ ദിവസവും ഉണ്ടാവുന്ന 100 കണക്കിന് പ്രശ്നങ്ങൾ ആശുപത്രിയിൽ നിന്ന് എങ്ങനെ നേരിടണമെന്ന് അറിയാതെ ഒഴിലുക മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഞാന് ഇത് സമയം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിത് പറയണം കേട്ടോ, ഇല്ലെങ്കിൽ ഞാനത് പെട്ടെന്ന് അവസാനിപ്പിക്കാം. എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എടുത്ത് പരിശോധിക്കുമ്പോൾ, അവസാനത്തെ സ്ഥിതി പരിശോധിക്കുമ്പോൾ ഇത് ആ നാസർ ആശുപത്രിയുടെ പുറകുവശമാണ്. ആ ആശുപത്രി മാത്രമാണ് ബാക്കി അവിടെ അവശേഷിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഞാൻ വരുമ്പോഴുള്ള സ്ഥിതി വളരെ ഗുരുതരമാണ്. അതായത് ഗസ സിറ്റിയിലെ നോർത്ത് ഈ പറഞ്ഞ വടക്ക് ഭാഗത്തു നിന്നുള്ള ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. ഗസ സിറ്റിയിൽ ഏകദേശം 8 ലക്ഷം പേരാണ് താമസിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ എല്ലാവരും തന്നെ ഈ ഗസയിലുള്ള എല്ലാവരും തന്നെ ഒരു 8 മുതൽ 12 പ്രാവശ്യമോ ഇല്ലെങ്കിൽ 20 പ്രാവശ്യമോ ഒക്കെ വീട് മാറിയവർ മാത്രമാണ് അവിടെ ഉള്ളത്. കഴിഞ്ഞ സീസ് ഫയർ വന്നപ്പോൾ ഇവരെല്ലാവരും കൂടെ തിരിച്ച് അതേപോലെ സ്ഥലത്തേക്ക് പോവുകയും അവിടുന്ന് പിന്നെ താൽക്കാലികമായിട്ട് വീണ്ടും അവരുടെ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷെ ഇപ്രാവശ്യത്തെ ഈ ഗസ പട്ടണം ആക്രമിച്ചപ്പോൾ അവർക്ക് എല്ലാവർക്കും വീണ്ടും വളരെ പെട്ടെന്ന് തന്നെ ഒരു കൂട്ടപലായനം, ഒരു നിർബന്ധിത പലായനത്തിലേക്ക് മാറേണ്ടി വന്നു. എന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർ പോലും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ ഇങ്ങോട്ട് പോരുമ്പോൾ അവർ നടന്നൊക്കെയാണ് 20 കിലോമീറ്റർ നടന്നാണ് ആകെ അയാളെ വീട്ടിൽ നിന്നും അയാൾക്ക് എടുക്കാൻ കഴിഞ്ഞത് ആ കുട്ടികൾക്കുള്ള കുറച്ച് ഡ്രസ് മാത്രം എടുക്കാൻ. അദ്ദേഹത്തിന് ഈ പാലയത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് 2 സഹോദരങ്ങളുടെ കുടുംബം മുഴുവൻ തകർന്നിരിക്കുന്നു. ഏതായാലും ഞാൻ ഈ ഒരു പ്രസന്റേഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് പറയാനുള്ളത്, ഗസയിലെ ഒരു സിറ്റുവേഷൻ അതൊരു ജനോസൈഡാണ്. അതിനകത്ത് എല്ലാ ലക്ഷണങ്ങളും മൊത്തം ഒരു കൃത്യമായിട്ടുള്ള ഒരു ജനോസൈഡ് മാത്രമാണ് അവിടെ നടക്കുന്നത് എന്നൊരു സംശയമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, ഇതൊരു വളരെ പ്രത്യേകതയുള്ള ജനസൈഡ്. മുമ്പ് നടന്നിട്ടുള്ള ജനസൈഡ് ഒക്കെ നോക്കുമ്പോൾ ഓരോ ജനസൈഡൊക്കെ ഈ പറയുന്ന ഓസ്വിഷിലെ നാസികൾ നടത്തിയ ജനസൈഡ് ആയാലും അർമീനിയൻ ജനോസൈഡ് ആയാലും റുവാണ്ടയിലെ ജനോസൈഡ് ആയാലും ഒക്കെ തന്നെ വളരെ രഹസ്യമായിട്ട് അവിടുത്തെ ഭരണാധികാരികൾ ആരും അറിയാതെ ഇവരെയൊക്കെ കൊന്നൊടുക്കുകയായിരുന്നു. അല്ലാതെ ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണെന്ന് കരുതി പലപ്പോഴും ഒക്കെ തെളിവുകളെല്ലാം നശിപ്പിച്ചുകൊണ്ടുള്ള സംഭവമായിരുന്നു. ഇതങ്ങനെയല്ല. വളരെ പട്ടാപകൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കെ, എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് ജനോസൈഡ് നടത്തിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വളരെ ഈ പറഞ്ഞ ഒരു പകൽ വെളിച്ചത്ത് നടക്കുന്ന ഒരു ജനോസൈഡായിട്ട് മാറിയിരിക്കുകയാണ്. വേറൊരു പ്രത്യേകത, ഇത് ഈ ഒരു നേരത്തെ കാണിച്ച പോലെ ഒരു അടച്ചിട്ടൊരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ്. ഗസ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പായിട്ട് മാറി. 20 കിലോമീറ്റർ നീളവും ഒരു 5-10 കിലോമീറ്റർ വീതിയുമുള്ള ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ്. അവിടെ ഭക്ഷണം എത്തിക്കില്ല, വെള്ളം എത്തിക്കില്ല, പാചകവാതമില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല, മരുന്നുകളില്ല, ആശുപത്രികളില്ല, ഉള്ള ആശുപത്രികളെല്ലാം ഇടിച്ചു കളയുന്നു. അങ്ങനെ ഇതെല്ലാം ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പായിട്ട്. മറ്റ് ജനോസൈഡൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് എവിടെയെങ്കിലുമൊക്കെ ഓടിപ്പോകാൻ ഒരു സ്ഥലമെങ്കിലും ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു സ്ഥലം പോലും ഇല്ല. കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കടലിൽ നിന്നുള്ള വെടിവെയ്പ്പാണ് അടുത്തത്. അപ്പോ മുമ്പ് പിന്നെ ഈ പറയുന്ന ഒരു ജനോസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെങ്കിലും ഇടപെടും. ഈ പറയുന്ന ഈ ഓസ്വിഷിലെ ജനോസൈഡ് അവസാനിക്കുന്നത് റഷ്യയും ബാക്കിയുള്ള നാറ്റോ സഖ്യമൊക്കെ വരുമ്പോഴാണ്. അതുപോലെ അർമേനിയൻ ജനോസൈഡ് അവസാനിക്കുന്നത് റഷ്യൻ സൈന്യം വരുമ്പോഴാണ്. അല്ലെങ്കിൽ റുവാണ്ടൻ ജനോസൈഡ് അവസാനിക്കുന്നത് ഫ്രഞ്ച് സേന വരുമ്പോഴാണ്. ആരെങ്കിലും ഒക്കെ ജനോസൈഡ് നടന്നു കഴിഞ്ഞാൽ അവിടെ പാഞ്ഞെത്തുകയും ആ ജനോസൈഡ് നടത്തുന്നവരെ എങ്ങനെയെങ്കിലും ഒക്കെ അതിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിക്കുകയും ഫോഴ്സ് ചെലുത്തുകയും ചെയ്യുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഒരാള് പോലും അങ്ങോട്ടേക്ക് വരാനായി താല്പര്യപ്പെടുന്നില്ല.
പത്രപ്രവർത്തകരെയെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞു. ഡോക്ടർമാര് ഞാൻ ആദ്യം നവംബറിൽ പോകുമ്പോൾ ഏകദേശം 1000-നും 1500-നും ഇടയ്ക്ക് ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കഷ്ടിച്ച് 100 പേര് മാത്രമാണ് അവിടെ ഉണ്ടാവുന്നത്. ഈ 100 പേരിൽ തന്നെ എനിക്ക് ഈ പ്രാവശ്യം പോകുമ്പോൾ 3 മാസം നിൽക്കേണ്ടി വന്നത് തന്നെ എനിക്ക് റീപ്ലേസ് ചെയ്യാനുള്ള ആൾക്കാർക്ക് പെർമിഷൻ കൊടുക്കാതെയാണ്. അങ്ങനെ എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ഇങ്ങനെ ഒരു ജനോസൈഡ് നടത്തുമ്പോൾ ഇതിന്റെ നമ്മുടെ ഒരു എന്താ പറയുന്ന ലോകത്തിന്റെ ഒരു ഹ്യൂമാനിറ്റേറിയൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇടിഞ്ഞ് താഴ്ന്നു പോയിരിക്കുകയാണ്. അതായത് ഒരു ബലമുള്ള രാജ്യത്തിന് ഒരു ബലമില്ലാത്ത രാജ്യത്തിന് പുറത്ത് എന്തും ചെയ്യാമെന്നും ഇതുപോലെ അടച്ചിട്ട് അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പായിട്ട് മാറ്റിയിട്ട് അവിടെ ഭക്ഷണം കൊടുക്കാതെയും വെള്ളം കൊടുക്കാതെയും കുഞ്ഞുങ്ങളെ കൊന്നും ഈ സ്ത്രീകളെ കൊന്നും സിവിലിയൻസിനെ കൊന്നും ഈ പറയുന്ന മരുന്നുകൾ എത്തിക്കാതെയും ആശുപത്രികൾ ബോംബിട്ടും എന്തും ചെയ്യാമെന്നുള്ള ഒരു നിലവാരത്തിലേക്ക് യുദ്ധത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് അങ്ങ് ഇടിഞ്ഞു പോയിരിക്കുകയാണ്. നേരത്തെയൊക്കെ ആണെങ്കിൽ 2ാം ലോക മഹായുദ്ധത്തിലൊക്കെ കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഒരു ഹ്യൂമാനിറ്റേറിയൻ ലോസും എത്തിക്സും ഒക്കെ വന്നത് വാസ്തവത്തിൽ അതിന്റെ ഒരു ഈ പറയുന്ന വലിയൊരു പരിണാമത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഈ യുദ്ധത്തോടുകൂടി ഇനി അങ്ങോട്ടുള്ള യുദ്ധത്തിന് ആർക്കും എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയാണ് വാസ്തവത്തിൽ തോന്നിയിരിക്കുന്നത്. അതായത് ഒരു ഹ്യൂമാനിറ്റേറിയൻ എന്ന് പറയുന്നത് മനുഷ്യത്വം എന്ന് പറയുന്നത് ഇനിയുള്ള യുദ്ധത്തിലേക്ക് എനിക്ക് തോന്നുന്നു തീർത്തും അസ്തമിച്ച ഒരു യുദ്ധങ്ങളായിരിക്കും ഇനി ബാക്കി ഉണ്ടാവുക. അതിനൊക്കെ ആരും ഇനി ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. കാരണം മുമ്പ് ഇങ്ങനെ നടന്നപ്പോൾ നിങ്ങൾ ആരും ഇതൊന്നും ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ ചോദ്യം ചെയ്യാൻ വരുന്നത് എന്നുള്ള ചോദ്യം ഈ ചോദ്യം ചോദിക്കുന്നവർക്ക് നേരെ വീണ്ടും മറു ചോദ്യമായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ പറയുന്ന തീർച്ചയായിട്ടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന വലിയ പ്രതിഷേധമാണ് വാസ്തവത്തിൽ ഇതുകൊണ്ട് ഈ യുദ്ധത്തിനകത്ത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വിരാമമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അല്ലാതെ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഒരു ദിവസം, ഒരാഴ്ചയെങ്കിലും ഒരാഴ്ച, ഒരു മാസമെങ്കിലും ഒരു മാസം, എത്രയെങ്കിലും ഒരു ദിവസത്തിലെ പകുതി ദിവസമോ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഒരു സീസ് ഫയർ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ കാര്യമായിരിക്കും. അതിനു വേണ്ടി പ്രവർത്തിക്കാനായിട്ട് നിങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും എന്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.